ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു കല്ലുമ്മക്കായ റോസ്റ്റാണ്. ഈ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കല്ലുമ്മക്കായയാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല, ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു തക്കാളി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത്. ചുമന്നുള്ളിയാണ് ഇതിന് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലെങ്കിൽ മാത്രം സബോള എടുക്കുക. ചുമന്നുള്ളി ഏറ്റവും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ചുമന്നുള്ളിയിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് മൂന്നും കൂടി നമ്മുടെ ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇതും കൂടി നമുക്കിതിലോട്ട് വേണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ വേണം, അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാവരും മസ്റ്റായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. നമ്മുടെ കല്ലുമ്മക്കായ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നോക്കൂ, നല്ലോണം കല്ലുമ്മക്കായ കുറഞ്ഞു. ഈ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കല്ലുമ്മക്കായ പകുതിയായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ മെമ്പേഴ്സിനനുസരിച്ച് കല്ലുമ്മക്കായ കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചുങ്ങും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നോക്കുക, കല്ലുമ്മക്കായ ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു അഴുക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ മെല്ലെ കൈ കൊണ്ട് ഇതിങ്ങനെ ഇവിടെ ഉണ്ടാവും, ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. പിന്നെ ഇവിടെ ഒരു പയറിൻ്റെ പോലെ, നമ്മുടെ പയറിൻ്റെ ഉള്ളിലെ പയറുമണി പോലെ ഒരു സംഭവം, ഒരു ചകിരി പോലെ ഒരു നാരും ഉണ്ടാവും. അതും കൂടി ഞാൻ എടുത്ത് കളയും. അങ്ങനെയാണ് ഞാനിവിടെ, അത് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്യും, മറ്റത് കൈ കൊണ്ടൊന്ന് ഞെക്കിക്കളയും. അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. എനിക്കിത് കറക്റ്റാണോ അതിൻ്റെ മെത്തേഡ് എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അതുപോലെ ക്ലീൻ ചെയ്യാം. എനിക്കിത് തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് കിട്ടുന്നത്. തൊണ്ട് കളയാത്ത കല്ലുമ്മക്കായ കിട്ടിയാൽ അത് തൊണ്ട് കളഞ്ഞെടുത്തിട്ട് അതുപോലെ ഇവിടെ കിട്ടും. പക്ഷേ പിന്നെയും നമുക്ക് പണി കൂടുതലായതുകൊണ്ട് തൊണ്ടൊക്കെ കളഞ്ഞെടുത്ത കല്ലുമ്മക്കായാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇതിടാം. എല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി, കാരണം കുറച്ചേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് അത് വേണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ ഇട്ടാലും മതി, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ഇട്ടാലും മതി. ഇത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ്. ഒരുപാട് എല്ലാം ഇടണ്ട കേട്ടോ, വളരെ കുറച്ച് ഇട്ടാൽ മതി. കാരണം വളരെ കുറച്ചേ ഉള്ളൂ. ഇതിലോട്ട് പെട്ടെന്ന് മസാലകളൊക്കെ കയറി പിടിക്കുകയും ചെയ്യും, പിന്നെ ഭയങ്കര എരിവായി പോകും. കുറച്ച് മുളക് പൊടി ഞാൻ കുറച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി, ഇനി കുറച്ച് ഉപ്പ്. സോറി, അത് ഉപ്പല്ല കേട്ടോ, അത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇനിയാണ് കുറച്ച് ഉപ്പിടേണ്ടത്. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിടുക. ഒരുപാട് ഉപ്പ് അങ്ങനെ വലിച്ചുവാരി ഇടരുത്, കാരണം ഇത് വളരെ ചെറുതാണ്. നിങ്ങൾ കണ്ടു, ക്ലീൻ ചെയ്തപ്പോൾ ഇത് ഒരുപാട് ചെറുതായി. പിന്നെ നോർമലി ഇത് സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഉപ്പ് ഓൾറെഡി ഉണ്ടാവും കുറച്ച്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പിടുക. ഇനി കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ തന്നെ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക. ഇനി വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങയാണ് നീര്. ഇത്ര പോകുന്നൊരു ചെറുത്, കുറച്ച് ഒരു നുള്ളി. ഇനി ചെറുനാരങ്ങ ഇല്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, കുറച്ച് വിനീഗർ ഒഴിച്ചാൽ മതി, ചൊറുക്ക് ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 30 മിനിറ്റ്സ് വെക്കണം നിർബന്ധമില്ല. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അതിന് പറ്റിയ ഐഡിയ, നമ്മളിത് ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇഞ്ചി, ഉള്ളിയൊക്കെ നന്നാക്കി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് മാരിനേറ്റ് ആയിക്കോളും. ഇത് നമ്മളിപ്പോൾ ചിക്കനും ഒക്കെ ബീഫൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, അത് പെട്ടെന്നാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ തന്നെ വളരെ ചെറിയ തീയിലിട്ട് മാത്രം ഫ്രൈ ചെയ്യാം. ഒരു കാര്യം ഓർക്കണം, ഇത് ഫ്രൈ ചെയ്ത സെയിം വെളിച്ചെണ്ണയിലാണ് നമ്മളിനി റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കുറവ് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ വെളിച്ചെണ്ണ ചേർക്കും അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണയൊക്കെ ആകെ കരിഞ്ഞ് പിടിച്ച് പിന്നെ നമുക്കതിൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഫ്ലേവറൊക്കെ അറിഞ്ഞിട്ടുള്ള സെയിം എണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് കറക്റ്റ് എക്സാക്ട് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇടത്തരം തീ, ഒരുപാട് ചെറുതാക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇത് ഞാനൊരു 30 മിനിറ്റ്സ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് മിനിമം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കല്ലുമ്മക്കായ മൊത്തം അതിലോട്ട് ഇടാം. ഇതിപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ ഉള്ളൂ. അപ്പോൾ ഇത് വലിയ പാനും ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ സ്ലോട്ടിൽ തന്നെ അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് അങ്ങ് മുങ്ങിക്കിടന്ന് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. നോർമലി സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് കല്ലുമ്മക്കായ ഇട്ടിട്ട് വറുത്തെടുക്കാം. പിന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഇടാം.
റോസ്റ്റ് ചെയ്യാനിടുന്ന അതേ കടായിലോട്ട് തന്നെ ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ നേരെ നമ്മുടെ ഉള്ളികളൊക്കെ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇനിയും കുറച്ച് ചെറുതാവും കേട്ടോ, കാരണം ഇത് ഫ്രൈ ആവുമ്പോൾ നന്നായിട്ടത് ചുങ്ങിപ്പോവും. അപ്പോൾ തന്നെ നല്ല മണമാണ് അടുക്കള മൊത്തം, കാരണം നല്ല സ്മെല്ലാണ് ഇതിൻ്റെ, നല്ല ടേസ്റ്റുമാണ് സംഭവം കഴിക്കാനായിട്ട്. കല്ലുമ്മക്കായ കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിങ്ങനെ വെറുതെ ചുമ്മാ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കഴിക്കാനായിട്ട്. ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെടുത്ത് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിനി ഇത് ഫ്രൈ ആക്കിയിട്ട് വരാം. നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഇതേ നല്ല കറക്റ്റായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അത് ക്വാണ്ടിറ്റി കുറവാണ്, അത് ഒന്നും കൂടി ചുങ്ങുന്നതാണ് അത്. അപ്പോൾ ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ തീ ഓഫ് ചെയ്തിട്ടില്ല, ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായ വറുത്ത വെളിച്ചെണ്ണയാണിത്. ഇത് നമുക്ക് കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം പൊടിയൊക്കെ ഒന്ന് കളയാം, എന്നിട്ട് നമുക്ക് വേഗം തന്നെ കളയണ്ട, നമുക്ക് കല്ലുമ്മക്കായ തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ഉള്ളികളൊക്കെ ഇടാം. ഉള്ളി എന്ന് വെച്ചാൽ ഇതൊക്കെ ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നിങ്ങളുടെ കയ്യിൽ ഇത്രയ്ക്ക് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സവാള കൂടിയിടാം. ഇതിപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ തന്നെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ചുവന്നുള്ളി, ഞാനിവിടെ ഒരു 10-12 എല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. വളരെ വലിയ ചുവന്നുള്ളിയാണ് ഇവിടെ ചെറിയൊരു സവാളയുടെ അത്ര വലിപ്പമുണ്ടാവും ചില ചുവന്നുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. തീരെ ചെറിയ ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സവാളയും കൂടി അങ്ങ് മിക്സ് ചെയ്യാം. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഇനി കുറച്ച് റോസ്റ്റായി കഴിയുമ്പോൾ അതിൽ എണ്ണ കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ചേർത്ത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഇനി നമ്മൾ അവസാനം ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ടേ ചേർക്കാവൂ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. കാരണം കല്ലുമ്മക്കായ ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് മുളകൊക്കെ നല്ലോണം പെട്ടെന്ന് കയറി അങ്ങ് പിടിക്കും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ. ഇനി ഒന്ന് തീ വലുതാക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ചൂടുള്ള എണ്ണയാണ്, നമ്മുടെ ഫ്രൈ ചെയ്ത ഉടനെയുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മൂത്ത് വരും. ഉള്ളി ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് നമ്മളൊന്ന് ഇടികല്ലിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചതച്ച് തന്നെ ചേർക്കാം കേട്ടോ. ഇത് അരച്ചോ അല്ലെങ്കിൽ പൗഡർ ഫോമിലോ ചേർക്കരുത്. കറിയിലോട്ട് ഇപ്പോൾ നമ്മൾ നേരെ ചേർക്കുന്നത് നേരെ അരച്ച് തന്നെയാണ് ചേർക്കേണ്ടത്. ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ മല്ലിയില ഇടാം. മല്ലിയില ഇടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പില ഇടാം. പക്ഷെ കല്ലുമ്മക്കായ്ക്ക് എപ്പോഴും മല്ലിയിലയാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. മല്ലിയിലയുടെ മണം തീരെ ഇഷ്ടമല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേപ്പില ഇട്ട് ഉപയോഗിക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ തീ നന്നായി കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല ചൂടിലാണ് നിൽക്കുന്നെങ്കിൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ കുറച്ച് മല്ലിപ്പൊടി, ഞാൻ ഒരുപാട് മല്ലിപ്പൊടി ഇതിലിട്ട് ചേർക്കുന്നില്ല, കാരണം ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര സ്മെല്ലായിരിക്കും. കുറച്ച് കല്ലുമ്മക്കായാണുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇനി കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാരണം ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിലോട്ട് ഒരുപാട് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ ഭയങ്കര എരിവായിരിക്കും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും കുറച്ച് ചേർത്താൽ മതി, കാരണം ഇതൊക്കെ നമ്മൾ ഫ്രൈഡ് ആക്കുമ്പോൾ ചേർത്തതാണ്. കുറച്ച് കുരുമുളക് പൊടി, ഞാൻ മുളക് പൊടിയൊക്കെ കൂടുതൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടി ചേർക്കുക. ഗരം മസാല, വീട്ടിൽ പൊടിക്കുന്ന മസാല, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇതൊക്കെ കൂടി ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് പൊരിച്ചിട്ടുണ്ട്, കാരണം നല്ല ചൂടായിട്ട് കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം നമ്മളിലോട്ട് ഒഴിക്കാം. അത് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിളച്ചോളും, കാരണം നല്ല ചൂടായി കിടക്കുന്ന ചട്ടിയല്ലേ. അതിലോട്ട് ഇട്ട് ഒന്ന് ഉപ്പ് നോക്കുക, ഉപ്പ് ഉണ്ടാവില്ല.
കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അതിന് ഉപ്പ് ഉണ്ടാവില്ല. പാകത്തിന് നമ്മൾ ഉപ്പിടാം. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് തീ ഒന്ന് കൂട്ടാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ തക്കാളി നന്നായി അങ്ങ് വെന്തുടയും. അങ്ങനെ നന്നായി ഉടഞ്ഞു നിൽക്കുന്ന തക്കാളിയിലോട്ട് വേണം നമ്മുടെ കല്ലുമ്മക്കായ ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കല്ലുമ്മക്കായയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് നേരെ ഇതിലോട്ട് അങ്ങ് ചേർക്കാം. അതിൽ ആ പൊടിയും അതിൽ ബാക്കി അതിൽ ഓയിലിൻ്റെ അംശമൊക്കെ അതിലോട്ടുണ്ട് ചേർക്കുക. വെളിച്ചെണ്ണയല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അങ്ങനെ ഇടുമ്പോൾ. ചുവന്നുള്ളിയിൽ തന്നെ ചെയ്യാട്ടോ മാക്സിമം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ടേസ്റ്റ് വരിക. നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എന്നാലും എക്സാക്ട് ടേസ്റ്റ് കിട്ടാൻ നല്ലത് എപ്പോഴും ചുവന്നുള്ളി തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. റോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ കുറച്ച് ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കുറച്ച് പറ്റുള്ളൂ. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കല്ലുമ്മക്കായും കൂടുതൽ തന്നെ എടുക്കണം. കാരണം അത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് ചെറുതാവും. അത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ചുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും കൂടി അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇടാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സംഭവങ്ങളും തീ ഓഫ് ചെയ്ത് ചേർക്കണം. അല്ല, ഏത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. കുറച്ച് നമ്മുടെ ഗരം മസാല തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. എരിവ് തീരെ ഇഷ്ടമില്ലാത്തവർ പോയി ചേർക്കണ്ട. പക്ഷേ ഈ തീ ഓഫ് ചെയ്തിട്ട് ഈ കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇനി നമുക്ക് നല്ല ഫ്രഷായിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. ഈ മല്ലിയില എപ്പോഴും ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് കൂടുതൽ ചേർക്കാം കേട്ടോ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഈ മല്ലിയിലയുടെ കറക്റ്റ് ഫ്ലേവർ നമ്മളിത് റോസ്റ്റ് ചെയ്ത് നമ്മൾ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലേവറൊക്കെ പോകും. നമ്മൾ ലാസ്റ്റ് ടൈം ചേർക്കുമ്പോഴാണ് മല്ലിയില ആയാലും വേപ്പില ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് മുരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ടേസ്റ്റ് ഇല്ല. അതിൻ്റെ എക്സാക്ട് ആ മണം അങ്ങ് പോകും. ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇത് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കണം. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കാതെ ഇരിക്കില്ല, കിട്ടും. അത്രയും ടേസ്റ്റാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഈ കല്ലുമ്മക്കായ എടുത്ത് വറുത്തിട്ട് തന്നെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഞാനിതിനിത് പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അതും അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. നമുക്ക് കല്ലുമ്മക്കായ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിവിടെ ഏത് സീസണിൽ വേണമെങ്കിൽ കല്ലുമ്മക്കായ കിട്ടും. ഫ്രഷ് ആയിട്ടും കിട്ടും, ഫ്രോസൺ ആയിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഞാനതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോകണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാനിതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്നതാണ്, ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അതും നിങ്ങൾ കമൻസിലൂടെ പറയാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.